your secret to success and your secret to good looks? അല്ലേ? I think രണ്ടിനും എൻ്റെ പാപ്പച്ചി, എൻ്റെ ഗുരു. താരതിളക്കത്തിന്റെ നൃത്ത ചുവടുകളുമായി മാക്ട പ്രണാമസന്ധ്യ വേദിയിൽ ദൃശ്യവിരുന്നുമായി എത്തുന്നു പുതുതലമുറയിലെ താരനർത്തകി നടാഷ. ഇനി നമുക്ക് നൃത്ത ചുവടുകളുടെ ചടുലതയിൽ നിന്നും പാട്ടിന്റെ സ്വരമാധുരിയിലേക്ക് പോകാം. യുവസംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ അൽഫോൺസിന് സ്നേഹപൂർവ്വം സ്വാഗതം.
മെറി ബോയ് മാക്ട പ്രണാമസന്ധ്യ കോ പവേർഡ് ബൈ റോസ് ബിരിയാണി റൈസ് ആൻഡ് ഇൻ ഷേപ്പിന്റെ ഈ വേദിയിലേക്ക് എല്ലാ ഗുരുഭൂതർക്കും പ്രണാമം. അടുത്തു വരുന്ന പാട്ടുകളിൽ ആദ്യം പാടാൻ പോകുന്ന ഈ ഗാനം നീ മണിമുകിലാടകൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പാടാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ദേവാനന്ദ് ആൻഡ് രാജലക്ഷ്മി. മുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേട തിങ്കൾ ചന്തം വേളിപ്പൂവിൻ നാണം മുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേട തിങ്കൾ ചന്തം വേളിപ്പൂവിൻ നാണം മിന്നലഴകേ ഒന്നു നില്ല എന്തു ദാഹം കണ്ടു നിൽക്കാൻ കന്നിമഴവില്ലേ ഒന്നരികിൽ നില്ലു നീ നൂറു നിറമോടെ എന്നരികിൽ നില്ലു നീ മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേട തിങ്കൾ ചന്തം വേളിപ്പൂവിൻ നാണം മുടിയിലഴകിൻ നീലരാവ് മൊഴിയിലലിയും സ്നേഹയമുന മീലണയുമ്പോൾ മാറിലിളമാനുകൾ സ്വർണ്ണമിഴി കണ്ടാൽ നല്ല പരൽ മീനുകൾ നീ എൻ്റെ ദേവി ഞാൻ തൊഴുതു പോകുന്ന രൂപം നീ എന്നുമെന്നും എൻ തരണ സംഗീത മന്ത്രം അത്രമേലൊന്നാണു നമ്മൾ നീ മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേട തിങ്കൾ ചന്തം വേളിപ്പൂവിൻ നാണം
മിഴിയുലഞ്ഞൊരു മിന്നൽ, മിഴികളിലായിരം പരിഭവമൊഴുകിയ മേട തിങ്കൾ ചന്തം, വേളിപ്പൂവിൻ നാടം. സംഗീതത്തിന്റെയും ആലാപനത്തിന്റെയും 2 തലമുറകൾ ഒത്തുചേരുകയാണ് ഇന്ന് ഈ വേദിയിൽ. ഗോപി സുന്ദറും പിന്നെ നമ്മുടെ കൊച്ചു പാട്ടുകാരി ശ്രേയ ജയദീപ്. എല്ലാവർക്കും വലിയ നമസ്കാരമുണ്ട്. ഞാൻ ശ്രേയക്കുട്ടീനെ വിളിക്കുകയാണ്. ഒരു വിജനതയിൽ നിന്നൊരു പാട്ട്, മഞ്ജു വാര്യർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഈ പാട്ടിലൂടെയാണ്. ശ്രേയക്കുട്ടി. ആരോമലെ എന്ന ഗാനത്തിന്റെ ആർദ്രമായ സ്വരമധുരം പകരാനെത്തുന്നു പ്രിയ സംഗീത സംവിധായകൻ അൽഫോൺസ്. AR റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു മ്യൂസിഷ്യൻ്റെ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു എത്തിച്ചേരാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ അങ്ങനൊരു വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് ലഭിച്ചു. ആ ഒരു പാട്ട് ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒത്തിരി നന്ദിയോടുകൂടെ, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ AR റഹ്മാൻ സാറിന് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
ആരോമലേ ആരോമലേ Come on, everybody. മാമലയേറി വരും തെന്നൽ പുതുമണവാളൻ തെന്നൽ പള്ളിമേടയെ തൊട്ടുതലോടി കുരിശിൽ തൊഴുതു വരുമ്പോ വരവേൽപ്പിന് മലയാളക്കര മനസമ്മതം ചൊരിയും സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി ശ്യാമരാത്രി തന്നരമനയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ കതിരൊളിയാ അകലെ നിൽക്കയോ പെൺമനമേ ചാഞ്ഞു നിൽക്കുവാ ചില്ലയിൽ മൺചിരാതിലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം ആരോമലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം ആരോമലേ
സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി ശ്യാമരാത്രി തന്നരമനയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ കതിരൊളിയാൻ അകലെ നിൽക്കയോ പെൺമനമേ ചാനു നിൽക്കുമാ ചില്ലയിൽ മഞ്ചിരാതിലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്താരോമലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്താരോ Thank you so much. മെറി ബോയ് ഐസ്ക്രീം മാക്ട പ്രണാമസന്ധ്യ കോ പവേർഡ് ബൈ റോസ് ബിരിയാണി റൈസ് ആൻഡ് ഇൻ ഷേപ്പിന്റെ സ്നേഹാദരങ്ങളുടെ ഈ താരസംഗമ വേദിയിൽ ഇനി ആദരവിന്റെ നിമിഷങ്ങളാണ്. വരകളും വർണ്ണങ്ങളും കൊണ്ട് മലയാള സിനിമാ പോസ്റ്ററുകൾക്ക് പുതിയ മുഖം നൽകിയ കലാകാരൻ RK എന്ന രാധാകൃഷ്ണൻ 1970-80കളിലെ മലയാള സിനിമാ പോസ്റ്ററുകളിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പോസ്റ്റർ ഡിസൈനുകൾക്ക് പിന്നിൽ അറിയപ്പെട്ട നാമമായിരുന്നു RK. ചിത്രരചനയിൽ പ്രതിഭ തെളിയിച്ച RK P. പത്മരാജന്റെ നക്ഷത്രങ്ങളെ കാവൽ എന്ന പ്രശസ്തമായ നോവലിന് ചിത്രങ്ങളൊരുക്കി ശ്രദ്ധ നേടിയിരുന്നു. M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഭദ്രദീപം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ലോഗോ കണ്ട കലാ സംവിധായകൻ S. കൊങ്ങനാട് RKയെ മദ്രാസിലേക്ക് ക്ഷണിച്ചു. പിന്നീട് രാമു കരിയാട്ടിന്റെ നെല്ല് എന്ന ചിത്രം മുതൽ പരസ്യ കലാകാരനായി. പിന്നീടങ്ങോട്ട് ജനപ്രിയമായ 150-ൽ പരം ചിത്രങ്ങളുടെ കലാ സംവിധായകൻ. പ്രഗത്ഭരായ നിരവധി സംവിധായകർക്കൊപ്പവും RK കലാ സംവിധാന യാത്ര തുടർന്നു. കമൽഹാസൻ, ലക്ഷ്മി, സുകുമാരൻ എന്നിവർ അഭിനയിച്ച അന്തിവെയിലിലെ പൊന്ന് എന്ന ചിത്രം സംവിധാനവും നിർവഹിച്ചു RK എന്ന രാധാകൃഷ്ണൻ. മലയാള ചലച്ചിത്ര രംഗത്ത് കലാ സംവിധാനം കൊണ്ട് കയ്യൊപ്പിട്ട രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ അന്തിവയിൽ പൊന്നൊരുക്കുന്ന ഈ പ്രണാമസന്ധ്യയിലെ പുരസ്കാര പുണ്യ നിമിഷങ്ങളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. RK എന്ന രാധാകൃഷ്ണനെ ഗുരുദക്ഷിണ നൽകി ആദരിക്കുന്നതിനായി പ്രശസ്ത കലാസംവിധായകനായ ജോസഫ് നെല്ലിക്കനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നത് പ്രശസ്ത സംവിധായകനായ ശ്രീ തമ്പി കണ്ണന്താനം. മെമന്റോ നൽകുന്നതിനായി പ്രശസ്ത നടൻ ജയസൂര്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു തലമുറയിൽപ്പെട്ടവർ തന്നെ അവരുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു സായാഹ്നമാണ്. സംഗീത സംവിധാനത്തിലും ആലാപനത്തിലും നിറസാന്നിധ്യമായ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീകുട്ടൻ ചേട്ടൻ. മലയാളത്തിന്റെ ജനപ്രിയ ഗായകൻ MG ശ്രീകുമാർ എത്തുന്നു മാക്ട പ്രണാമസന്ധ്യയുടെ ഈ വേദിയിൽ. സ്നേഹം നിറഞ്ഞ എല്ലാ മാക്ട മെമ്പേഴ്സിനും നമസ്കാരം. MD സാറിൻ്റെ പാട്ടുകളിൽ ഞാൻ പാടിയിരിക്കുന്ന കുറച്ച് പാട്ടുകളേ ഉള്ളൂ, 1-2 പാട്ടുകളേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ പാടുന്ന മറ്റൊരു ഗാനമാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതിൽ
ഗുരുവിനെ വന്ദിച്ചാൽ ദൈവം നമുക്ക് നല്ലത് വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ടു മോഹൻലാൽ, താങ്ക്സ് ടു പ്രിയദർശൻ. തദരീ ചിന്നമ്മ അടികുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിന്മേലം വിളി. ചിന്നമ്മ അടികുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിന്മേലം വിളി. വയലേലയിൽ കിളികൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി. പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നു. പഴയ കാലങ്ങളെന്നു പടിമറയുവതിനി വരുമോ? ചിന്നമ്മ അടികുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിന്നീലം വിളി. എള്ളുകിലുങ്കും കാതിൽ കുറുകൊമ്പ് വിരിക്കും കാറ്റിൽ നന്ദുണി വീട്ടും കാവിൽ കലികോമരമുറയണ താളം. മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തി വിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും നറുതിരികൾ നീട്ടുന്നു. ഹരിചന്ദനം തുടുനെറ്റിയിൽ മണിവീണ നീലാംബരി. പഴയ കാലങ്ങളെന്നു പടിമറയുവതിനി വരുമോ? ചിന്നമ്മ അടികുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിന്നേലം വിളി. വയലേലയിൽ കിളികൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി. പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നു. പഴയ കാലങ്ങളെന്നു പടിമറയുവതിനി വരുമോ? ചിന്നമ്മ അടികുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിന്നേലം വിളി. Your secret to success and your secret to good looks. അല്ലേ? I think രണ്ടിനും എൻ്റെ പാപ്പച്ചി, എൻ്റെ ഗുരു. മാഗ്ഡയുടെ ലെജൻഡ് ഓണർ പുരസ്കാര സമർപ്പണമാണ് അടുത്ത ചടങ്ങ്. മലയാള ചലച്ചിത്ര ലോകത്തിന് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങൾക്കായി മാഗ്ഡ ഏർപ്പെടുത്തിയ അവാർഡാണ് മാഗ്ഡ ലെജൻഡ് ഓണർ. ആദ്യ പുരസ്കാരത്തിന് അർഹൻ ആരായിരിക്കണമെന്ന് ഒറ്റ ഞൊടിയുടെ പോലും ചിന്തിക്കേണ്ടി വന്നില്ല ജൂറി ചെയർമാനായ ശ്രീ മധുവിനും കൺവീനർ ശ്രീ ഹരിഹരനും മറ്റ് ജൂറി അംഗങ്ങൾക്കും. അത് മറ്റാരുമല്ല, മലയാളം അറിയുന്നവരുടെ അക്ഷരദേവൻ ശ്രീ
MT വാസുദേവൻ നായർ. 6 പതിറ്റാണ്ടിലേറെ ഒരു നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മണ്ഡലങ്ങളിൽ അർക്കദീപ്തിയോടെ തെളിഞ്ഞു നിൽക്കുക, ജീവിച്ചിരിക്കെ തന്നെ ഐതിഹ്യത്തിൻ്റെ മാനത്തിലേക്ക് ഉയരുക. 3 സർവകലാശാലകൾ ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചിട്ടും MT എന്ന 2 അക്ഷരങ്ങളിൽ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുക. ഓരോ മലയാളിയുടെയും അഭിമാനവും ആവേശവുമാവുക. അതാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT. 1933 ജൂലൈ 16 പുന്നയൂർക്കുളം T. നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും 5 മക്കളിൽ ഏറ്റവും ഇളയതായി MT ജനിച്ചു. ഇല്ലായ്മയുടെ ദുരിതത്തിലും അക്ഷരങ്ങളുടെ നിറവുണ്ടായിരുന്നു MTയുടെ ബാല്യത്തിന്. കൂടല്ലൂരിലെ കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്ന് MT അക്ഷരാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. കുമരനെല്ലൂർ ഹൈസ്കൂളിൽ നിന്നും 1ാം ക്ലാസ്സോടെ 10ാം തരം പാസ്സായി. അതേ വർഷം കേരളക്ഷേമം ദ്വൈമാസികയിൽ ആദ്യ ലേഖനമായ പ്രാചീന ഭാരതത്തിലെ വൈരവ്യവസായം പ്രസിദ്ധീകരിച്ചു. മലയാള സാഹിത്യത്തിലെ അക്ഷരാങ്കണത്തിൽ MTക്കൊരു പീഠം വലിച്ചിട്ടിരിക്കാൻ അധികം താമസമുണ്ടായില്ല. ആ പീഠം പിന്നീട് ജ്ഞാനപീഠം വരെ വലുതായി. അത് മലയാളിയുടെ സുഹൃതം. 1954 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെയും സാഹിത്യ ജീവിതത്തിലെയും പ്രധാന വഴിത്തിരിവ്. തനിക്ക് സുപരിചിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും സങ്കീർണതകളിലൂടെയും സഞ്ചരിക്കാനായിരുന്നു MTക്ക് ഇഷ്ടം. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അത്ഭുതങ്ങൾ ആഴത്തിൽ ഒളിപ്പിച്ച മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എനിക്കറിയാവുന്ന നിളയെയാണ്. MTയുടെ സാഹിത്യ ജീവിതത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതവും. 1963-64 കാലത്താണ് മുറപ്പെണ്ണിന് തിരക്കഥയൊരുക്കി MT സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. ഛായാഗ്രാഹകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ വിൻസെന്റ് മാസ്റ്ററായിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ. തുടർന്ന് ഇന്നുവരെ മലയാള ചലച്ചിത്ര ലോകത്തിലെ നാഴികക്കല്ലുകളായി മാറിയ 50-ലേറെ ചിത്രങ്ങൾ. സാഹിത്യരംഗത്ത് ഭാരതം നൽകുന്ന സമുന്നത പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ലഭിച്ചു. എണ്ണിയാൽ തീരാത്ത ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, ചലച്ചിത്രരംഗത്ത് വേറെയും. തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഇന്നും സജീവ സാന്നിധ്യമാണ് MT എന്ന മഹാത്ഭുതം. തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി ഇന്നും പ്രവർത്തിക്കുന്നു. മലയാള സിനിമാ പ്രവർത്തകരുടെ മാതൃസംഘടനയായ മാക്ട ഇന്ന് MT വാസുദേവൻ നായരെ പ്രഥമ ലെജൻഡറി ഓണർ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. MTയുടെ അക്ഷരങ്ങളിൽ നിന്ന് പിറവികൊണ്ട കഥാപാത്രങ്ങൾക്ക് ശബ്ദവും ദേഹവും ആത്മാവും നൽകിയ അഭിനേതാക്കൾ, MTയുടെ കഥകളെ സാക്ഷാത്കരിച്ച സംവിധായകർ, അവരിൽ പലരും ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അവരോടൊപ്പം മാക്ട കുടുംബവും MTക്ക് ആയുരാരോഗ്യവും ദീർഘായുസ്സും നേരുന്നു. ഗുരുവേ പ്രണാമം. 2 വർഷം കൂടുമ്പോഴാണ് ഈ ലെജൻഡറി അവാർഡ് പ്രഖ്യാപിക്കുക. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന നൽകിയ ശില്പവും അടങ്ങുന്നതാണ് ഈ ലെജൻഡറി ഓണർ അവാർഡ്. ശ്രീ MT വാസുദേവൻ നായർക്ക് ഈ അവാർഡ് സമർപ്പിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഏകദേശം 20-28 കൊല്ലമായുള്ള പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അതൊരു നടൻ എന്ന നിലയ്ക്കുള്ള പരിചയം മാത്രമല്ല, അടുത്ത സുഹൃത്ത്, ഒരു കുടുംബാംഗത്തെ പോലെ വളരെ പ്രിയപ്പെട്ട ഒരാൾ, ഒരു അനുജനെ പോലെ വളരെ സ്നേഹമുള്ള ഒരാൾ. ഈ വാക്കുകൾ ശ്രീ MT വാസുദേവൻ നായരുടേതാണ്. ഈ വരികളിലെ നായകൻ ശ്രീ മമ്മൂട്ടി. ഈ ആത്മബന്ധം തുടങ്ങുന്നത് MT തിരക്കഥ എഴുതി ആസാദ് സംവിധാനം ചെയ്ത ദേവലോകം എന്ന ചിത്രത്തിലൂടെയാണെങ്കിലും ആ ചിത്രം പുറത്തിറങ്ങിയില്ല. പിന്നീട് MT തന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലൂടെ വീണ്ടും മമ്മൂട്ടി MT കഥാപാത്രമാണ്. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ ഒരു വടക്കൻ വീരഗാഥയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തി. വീരഗാഥ മനസ്സിൽ ഉരുവാകുമ്പോൾ ചന്തുവായി മമ്മൂട്ടിയും MTയുടെ മനസ്സിലുണ്ടായിരുന്നു. ചന്തുവിനെ പോലെ തിരശീലയിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച മറ്റൊരു കഥാപാത്രമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. MTN കഥാപാത്രങ്ങൾക്ക് ചമയമണിയുമ്പോൾ
മമ്മൂട്ടിയുടെ ഭാഷ മാത്രമല്ല, ശരീരഭാഷ പോലും മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നത് പ്രേക്ഷകർ അനുഭവിച്ചറിഞ്ഞ വിസ്മയങ്ങളാണ്. MTയും മമ്മൂട്ടിയും തമ്മിലുള്ള രസതന്ത്രം വിജയങ്ങളാകുന്നത് ആ നടന്റെ അസാധാരണ നടന വൈഭവം കൊണ്ട് തന്നെയാണ്. വിശ്വപ്രസിദ്ധ എഴുത്തുകാരൻ്റെയും നടന്റെയും കൂട്ടുകെട്ടിലുണ്ടായ സിനിമകൾ മലയാള സിനിമയുടെ സുഹൃതവും. MTക്ക് മാക്ടയുടെ പ്രഥമ ലെജൻഡ് ഓണർ പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി ശ്രീ മമ്മൂട്ടിയോളം അർഹനായ മറ്റൊരാൾ മലയാള സിനിമയിലില്ലെന്നതും ഒരേ സമയം നമ്മുടെ അഭിമാനവും അഹങ്കാരവും ആനന്ദവുമാകുന്നു. ബഹുമാനപൂർവ്വം ശ്രീ മമ്മൂട്ടിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ MT വാസുദേവൻ നായരെ പൊന്നാട അണിയിക്കുന്നതിനായി ശ്രീ സിബി മലയിലിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള ശില്പം സമ്മാനിക്കുന്നത് ശ്രീ മമ്മൂട്ടി. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ ലാൽ ജോസ്. ശ്രീ MT വാസുദേവൻ നായർക്കുള്ള മംഗളപത്രം വായിക്കുന്നത് ശ്രീ ജോൺ പോളാണ്. സമാദരണീയനായ ശ്രീ MT വാസുദേവൻ നായർ, മലയാള സാഹിത്യത്തിനും ചലച്ചിത്രത്തിനും അങ്ങ് നൽകിയിട്ടുള്ള ഈടുറ്റ സംഭാവനകൾ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിന് നവഭാവുകത്വം പകർന്ന പ്രകാശസ്ഥലികളാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രമേയങ്ങളിലെ അപൂർവത കൊണ്ടും സാമൂഹ്യ അവസ്ഥകളുടെ നേർസ്പന്ദനം കൊണ്ടും ഭാഷാശൈലിയുടെ അദൃഷ്ടപൂർവമായ ചൈതന്യ പ്രചരിമ കൊണ്ടും അങ്ങയുടെ കഥകൾ മലയാളത്തിന് അലങ്കാരങ്ങളായി. നുറുങ്ങിയ വളപ്പൊട്ടുകൾക്കും പടർന്ന കൺമഷിച്ചാലിനും ഉടഞ്ഞ വിഗ്രഹങ്ങൾക്കും തെക്കിനിയോരത്തെ ചുടുവീർപ്പിനും അകച്ചങ്ക് വെന്തവൻ്റെ വിറങ്ങലിപ്പിനും അവയ്ക്കെല്ലാം ഇടയിലെ ഇത്തിരി കിനാവുകളുടെ പച്ചപ്പിനും അങ്ങ് കഥകളിൽ ഇടം നൽകി. പരാജിതരുടെ കഥകളും ഇതിഹാസമാകാമെന്ന് അങ്ങ് മലയാളിയെ ബോധ്യപ്പെടുത്തി. മലയാള മണ്ണിലെ പച്ച മനുഷ്യരുടെ ആർദ്രവികാരങ്ങളുടെ ഭാവസഹസ്രങ്ങൾക്ക് താരതമ്യങ്ങളില്ലാത്ത വിധം മോഹിപ്പിക്കുന്ന കയ്യൊതുക്കത്തോടെ അങ്ങ് അക്ഷരച്ചാർത്തുകൾ തീർത്തു. നവഭാവുകത്വത്തിൻ്റെ അപരിമേയ സാധ്യതകളെ ദൃശ്യപദത്തിൽ നിവേശിച്ചുകൊണ്ട് അങ്ങ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ മലയാള സിനിമയ്ക്ക് അതൊരു പുതിയ ലാവണ്യാനുഭവമായി. കടഞ്ഞെടുത്ത സംഭാഷണങ്ങളിലൂടെ ഭാഷയുടെ ധ്വനിപാഠങ്ങളെയും മൗനങ്ങളെയും അങ്ങ് ദൃശ്യധാരയിൽ വിധാനിച്ചു നൽകി. MT എന്ന രണ്ടക്ഷരം മലയാള സാഹിത്യത്തിൻ്റെയും ചലച്ചിത്രത്തിൻ്റെയും പ്രൗഢഗരിമകളുടെ അടയാള സാക്ഷ്യമായി. മലയാള ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക കലാകാരന്മാർ ഞങ്ങൾ മാക്ട എന്ന പേരിൽ ഒരു കൂട്ടായ്മ വിഭാവനം ചെയ്ത നാൾ തൊട്ട് അതൊരു യാഥാർത്ഥ്യമായി ശക്തിയായി വളർന്നു പന്തലിച്ചപ്പോൾ ഓരോ ചുവടിലും കുതിപ്പിലും ഒരു രക്ഷകർത്താവിൻ്റെ ജാഗരൂകമായ കരുതലോടെ ഈ കൂട്ടായ്മയുടെ മാർഗദർശകനായി അങ്ങ് നിലകൊള്ളുന്നു. നിസ്തുലവും മഹിതവും തേജോമയവുമായ സാഹിത്യ ചലച്ചിത്ര സംഭാവനകൾ കൊണ്ട് മലയാളത്തിന് മകുടം ചാർത്തിയ ഗുരുസാന്നിധ്യത്തിന് ശ്രീ MT വാസുദേവൻ നായർക്ക് സ്നേഹബഹുമാനങ്ങളോടെ, നന്ദിയോടെ, അഭിമാനത്തോടെ മാക്ട ലെജൻഡ് ബഹുമതി മാക്ട കുടുംബം സമർപ്പിക്കുന്നു. ഈ മംഗളപത്രം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതിനായി പ്രശസ്ത സംവിധായകനായ ശ്രീ ഫാസിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ടി വാസുദേവൻ നായരെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി സിബി മലയിലിനെ വേദിയിലേക്ക് ക്ഷണിക്കും. വായന ഗൗരവപൂർവം തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അക്ഷരങ്ങളിലൂടെ അദ്ദേഹം കുറിച്ചിട്ട കഥകളും ഒക്കെയും എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുത്ത അദ്ദേഹത്തോടുള്ള ആ വലിയ ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ഒക്കെ തന്നെ ആ ഒരു തുടർച്ച ഇന്നും സജീവമായി തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ദൂരെ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു സിനിമയിലൊക്കെ എത്തുന്നതിന് മുമ്പ്. സിനിമയിലെത്തിയ ശേഷം അദ്ദേഹത്തെ ദൂരെ നിന്നും അടുത്തു നിന്നും കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോട് അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ പിറന്നു വീണ അക്ഷരങ്ങൾക്ക് ദൃശ്യഭാഷ നൽകാനുള്ള അപൂർവമായ ഭാഗ്യവും ഈശ്വരൻ എനിക്ക് തന്നു. ഇതിനേക്കാൾ ഒന്നും വലുതായിട്ട് എനിക്ക് ആഗ്രഹിക്കാനില്ല. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യവും എനിക്ക് ലഭിക്കാനില്ല. എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ മുമ്പിൽ സ്നേഹ ആദരവിൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തൻ്റെ ആദ്യ സംവിധായകനെക്കുറിച്ച്, തൻ്റെ ഗുരുവിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് എത്തുന്നത് ശ്രീ മമ്മൂട്ടി. നിങ്ങൾ പലരും പറയുന്നത് കേട്ട് ഒരുപക്ഷെ MTയെക്കുറിച്ച് മലയാളത്തിലൊരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുകയും എഴുതുകയും ചെയ്തിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എഴുതിയതിനേക്കാൾ ഒരുപക്ഷെ അദ്ദേഹത്തെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് മാത്രമുണ്ട് ഈ വേദി, ഈ അവസരം. അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഗ്രാമത്തിൻ്റെ വിശാലതയും ഗ്രാമത്തിലെ മനുഷ്യബന്ധങ്ങളുടെ നൈർമല്യവും ദാർഢ്യവും മുറുക്കവും ഇറുക്കവുമെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമ്മൾ കണ്ടു. നഗരജീവിതത്തിൻ്റെ ശൈഥില്യവും ബന്ധങ്ങളുടെ മുറുക്കമില്ലായ്മയും നമ്മളോട് ഒരുപക്ഷെ ആദ്യം പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. നമ്മളെ വായനയുടെ പുതിയ ശീലങ്ങളും പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനെക്കുറിച്ചൊന്നും അങ്ങോട്ട് ഗാഠമായിട്ട് പറയാൻ എനിക്കറിവുമില്ല, പരിചയവുമില്ല, ഞാനതിന് മുതിരുന്നുമില്ല. ഞാൻ ഈ ചടങ്ങിനെ പറ്റിയാണ് ആലോചിച്ചത്. ഇതൊരു ഗുരുപ്രണാമമാണ്. ഒരു തലമുറയിൽപ്പെട്ടവർ തന്നെ അവരുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു സായാഹ്നമാണ്. നമുക്കൊരു പക്ഷേ ഗുരുഭക്തിയും ഗുരുജനങ്ങളോടുള്ള ബഹുമാനവും ഇപ്പോൾ ഈ കാണുന്നത്ര ബലത്തിലും ഈ കാണുന്നത്ര ആത്മാർത്ഥതയിലും ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുമുള്ള നമ്മുടെ തലമുറകളുടെ മാറ്റമനുസരിച്ച് ബഹുമാനം കുറഞ്ഞു പോകുന്നോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുടെ വിയർപ്പും ഉറക്കമുണപ്പുമാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ സിനിമയെ കൊണ്ട് എത്തിച്ചത് എന്ന് ഈ വർത്തമാനകാല സിനിമയിലെ പ്രവർത്തകർ മറക്കാതിരിക്കുന്നത് തന്നെയാണ് ഈ സായാഹ്നത്തിൻ്റെ പ്രത്യേകത. ഈ ഗുരുപ്രണാമങ്ങളുടെ കാലം അവസാനിക്കാതിരിക്കട്ടെ, ഗുരുക്കന്മാരെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ അവസാനിക്കാതിരിക്കട്ടെ, അവരോടുള്ള ബഹുമാനം നമുക്ക് അവസാനിക്കാതിരിക്കട്ടെ. എൻ്റെ ആ ബഹുമാനങ്ങളും ആദരവുകളും MTക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ശ്രീ MT വാസുദേവൻ നായരെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പ്രശസ്ത സംവിധായകനായ ശ്രീ ഫാസിലിനെ ക്ഷണിച്ചു. അക്ഷരങ്ങൾ കൊണ്ടും ദൃശ്യങ്ങൾ കൊണ്ടും മലയാളത്തിൽ വിസ്മയം തീർത്ത ഒരു ലെജൻഡാണ് ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹത്തെക്കുറിച്ച് ചുരുങ്ങിയ വേർഡുകളിലൊന്നും പറയാൻ പറ്റില്ല. എൻ്റേതായിട്ടുള്ള ഒരു സംഭവം, കുട്ടിക്കാലം മുതലേ വായനയിൽ താല്പര്യമുണ്ടായിരുന്നു. വായനയിലേക്ക് എന്നെ ആകർഷിച്ചത് ഒരുപക്ഷേ നീലകണ്ഠൻ, പരമാര, മുട്ടത്ത് വർക്കി, കാനം പോലെയുള്ള എഴുത്തുകാരായിരിക്കാം. അവരോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ വായനയിൽ നിന്നും ഒരു അനുഭൂതി ലഭിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭൂതി നമുക്ക് കിട്ടാൻ തുടങ്ങിയത് MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിനിമ, അതായത് ഞാൻ പറഞ്ഞല്ലോ, അക്ഷരങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു ലെജൻഡായി കഴിഞ്ഞിരിക്കുന്നു, വിസ്മയം കൊണ്ടും ഒരു ലെജൻഡായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം എന്ന വ്യക്തി, വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ സ്വന്തം മകനെപ്പോലെ നിന്ന്
അദ്ദേഹത്തിൻ്റെ അപകടകരമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ അടുക്കാൻ പേടിക്കുന്ന ഘട്ടത്തിൽ തൊട്ടടുത്ത് നിന്ന് ശുശ്രൂഷിച്ച ഒരു മകൻ. ആ വ്യക്തി ഇപ്പോഴിവിടെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, MT വാസുദേവൻ നായരെ വെച്ച ഒരു കഥാപാത്രം മമ്മൂട്ടി ആദ്യം അഭിനയിച്ചിരുന്ന വാസു സാറിൻ്റെ സ്ക്രിപ്റ്റിലായിരുന്നു. എന്നിട്ട് ആ പടം നടക്കാതെ പോയപ്പോൾ രണ്ടാമത്തെ പടം വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന പടത്തിൽ മമ്മൂട്ടിയെ അഭിനയിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യനാണ് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വന്ന് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച ആ വ്യക്തി. ആ മനസ്സിന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ നമസ്കാരം പറയുന്നു. നന്ദി നന്ദി നന്ദി. ശ്രീ MT വാസുദേവൻ നായരെ പൊന്നാട അണിയിക്കുന്നതിനായി പ്രണാമസന്ധ്യയുടെ പ്രധാന സ്പോൺസർമാരെ ക്ഷണിക്കുകയാണ്. മെറി ബോയ് ഐസ്ക്രീമിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ മിസ്റ്റർ ബിനോയ് ജോസഫ്, ബർഗ്മാൻ ആഗ്രോ പ്രോഡക്ട്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ റബിയുൽ ഹക്ക്, PPG Life Solutions Deputy General Manager Biju John, അടുത്തതായി നമ്മളിതുവരെ കാതോർത്തിരുന്ന ആ വാക്കുകൾക്കായി, മലയാളി എന്നും കാതോർത്തിരിക്കുന്ന ആ വാക്കുകൾക്കായി തൻ്റെ മറുപടി പ്രസംഗത്തിനായി ശ്രീ MT വാസുദേവൻ നായരെ സവിനയം ക്ഷണിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിന്, ഈ ആദരത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മാക്ടയുമായിട്ട് അതിൻ്റെ ആരംഭകാലം മുതൽക്ക് തന്നെ വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കുറേ കൂടി ആരോഗ്യമുണ്ടായിരുന്ന ആ കാലത്ത് മാക്ട നടത്തിയിരുന്ന ചില ശില്പശാലകളിലൊക്കെ വളരെ ദിവസങ്ങളോളം പങ്കെടുക്കുകയും ചില ക്ലാസ്സുകൾ നടത്തുകയും ഒക്കെ ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ പുതിയ തലമുറ ആണ് ഇന്നിവിടെ ഈ പുരസ്കാര സമർപ്പണം നടത്തിയിരിക്കുന്നത്. അവരോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ വളരെ ദൂരെയായിരുന്നു സിനിമ ടോക്കീസ് എന്ന് പറയുന്നത്. ഒരു 15-20 മൈലൊക്കെ ദൂരെ, പൊന്നാനിയിൽ. അപ്പം അവിടുന്ന് ഞങ്ങളാരും സിനിമയായിട്ടൊന്നും ബന്ധമുള്ളവരൊന്നുമല്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുമരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈസ്കൂളിൽ പഠിക്കാൻ പോയി. അവിടെ ഒന്നും ഏകദേശം 10 മൈലുണ്ട് ഈ പൊന്നാനിക്ക്. അപ്പം ഞങ്ങളെ സഹായിക്കാനും കൂട്ടത്തിൽ അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാനും എൻ്റെ അമ്മ ഏർപ്പാട് ചെയ്തിരുന്ന നാട്ടുകാരനും ബന്ധുവുമായിട്ടുള്ളൊരാളുണ്ടായിരുന്നു. അയാൾ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് അയാൾ പോകും. രാവിലെ നേരത്തെ സമയത്തിനുണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ താൻ പൊന്നാനിയിൽ നിന്ന് കണ്ട ഈ സിനിമയിലെ ചില രസങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ ജ്യേഷ്ഠന്മാർക്കൊക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഈ ലോകവുമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വളരെ കഴിഞ്ഞ് എൻ്റെ താല്പര്യം മുഴുവൻ സാഹിത്യത്തിലാണ്. അപ്പം അതിൽ പല പരീക്ഷണങ്ങളും നടത്തുകയും ഉപേക്ഷിക്കുകയും വീണ്ടും അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ആ കൂട്ടത്തിൽ എൻ്റെ ചില കഥകളൊക്കെ വരുന്നു, അച്ചടിച്ചു വരുന്നു. അത് വായിച്ച അന്നത്തെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നില്ല,
അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈയിടെ ഇന്ന ഇതിൽ വായിച്ച ആ കഥ എനിക്ക് വളരെ ഇഷ്ടമായി, അത് ഒരു സിനിമയൊക്കെ കൊള്ളുന്നുണ്ട്. ഞാൻ ഒരു എഴുത്തതിനെന്താ ആക്കിക്കൊള്ളു, ഒരു വിഷമമില്ല. പക്ഷെ അദ്ദേഹം വന്നത് പറഞ്ഞത് ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുകൂടി വേണം. ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതിനൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്, കഥ എടുത്തോളൂ, അവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചോളൂ, സിനിമ എടുത്തോളൂ, സിനിമ നന്നായി വരട്ടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ്, ശാഠ്യം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പേര് ശോഭന പരമേശ്വരൻ നായർ. അദ്ദേഹം വേറെയും പലരും അത് സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ വേറെയും ചിലരൊക്കെ നിർബന്ധിച്ചു, അങ്ങനെ ചിലരൊക്കെ എഴുതി. ഇന്നും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 2 കാര്യങ്ങളാണ് എനിക്കതുകൊണ്ട് ഗുണമുണ്ടായത്. അതിൻ്റെ പേരോ പ്രശസ്തിയോ സാമ്പത്തിക ലാഭമോ അല്ല, അതിനപ്പുറത്ത് സിനിമ എന്ന് പറഞ്ഞ ഒരു അത്ഭുത പ്രപഞ്ചമാണ്. അനേകം പഠിക്കാനും കിടക്കുന്നു. മഹാകാവ്യങ്ങൾ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ടതാണ് പല ചലച്ചിത്ര കാവ്യങ്ങളും. അതിനെ ഒക്കെ ഇടപെടാനുള്ള ഒരു പ്രേരണ, ഇടപെടുകയല്ല, അതൊക്കെ ബന്ധപ്പെടാൻ, അത് കാണാൻ ഒക്കെ ഉള്ളൊരു പ്രേരണ എനിക്ക് കിട്ടി. മറ്റൊന്ന്, ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ കൂടെ അടുത്ത് നിന്ന് പെരുമാറാനും അവരുടെ പ്രവർത്തന ശൈലി നിരീക്ഷിക്കാനും സാധിച്ചു. അതുകൊണ്ട് അതിൻ്റെ പഠിപ്പ് എപ്പോഴും അവസാനിക്കുന്നില്ല. ഓരോ കാലത്തും പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പുതിയ മേഖലകൾ സിനിമ തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് നാം അനുഭവപ്പെടുന്നതാണ്. അപ്പം അങ്ങനെ അതിലൂടെ പ്രവർത്തിക്കുകയും എനിക്ക് സുപരിചിതമല്ലാതിരുന്ന ഒരു മണ്ഡലത്തിനെ പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രേരണ കിട്ടുകയും ചെയ്തു. അതിന് ഞാൻ എഴുതിയ ഈ വാക്കുകൾക്ക് രൂപവും ഭാവവും വികാരവും ഒക്കെ നൽകുന്നത് പലരും ചേർന്നാണ്. നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഇവരെല്ലാവരും ചേർന്നാണ് എൻ്റെ മനസ്സിൽ അവ്യക്തമായി ചിലപ്പോൾ രൂപം കൊണ്ട കഥാപാത്രങ്ങൾക്കോ ജീവിത സന്ധികൾക്കോ കൃത്യമായ ചില നിർവചനവും രേഖപ്പെടുത്തലും നടക്കുന്നത്. അപ്പോൾ ഞാൻ നന്ദി പറയേണ്ടത് അവരോടുകൂടിയാണ്. എൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ട്. ആ നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരുടെ പ്രവർത്തന ശൈലി, അവരുടെ ഭാവനാ വിലാസം, ഇത് കാണാനും കേൾക്കാനും അടുത്ത് നിന്ന് നിരീക്ഷിക്കാനും കിട്ടിയ ഒരവസരം ഞാൻ കുറേയൊക്കെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് എൻ്റെ കുറേ സിനിമകളെങ്കിലും, ഞാൻ എഴുതിയ കുറേ സിനിമകളെങ്കിലും കുറേ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. എൻ്റെ എഴുത്തിൻ്റെ ബലം കൊണ്ട് മാത്രമല്ല, അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം കൂട്ടായ്മ ഉണ്ട്. കൂട്ടായ്മയും ആത്മാർപ്പണവും കൊണ്ടാണ് അത് ഇന്നും കുറേ പേരുടെയെങ്കിലും മനസ്സിൽ നിലനിൽക്കുന്നത്. അവരെല്ലാം ഞാൻ ആദരപൂർവം ഈ വേളയിൽ എന്നെ എൻ്റെ സഹപ്രവർത്തകരുടെ സംഘടന ചേർന്ന് ആദരിക്കുന്ന ഈ വേളയിൽ അവരെ എല്ലാവരോടും ഞാൻ മനസ്സാ നന്ദി പറയുന്നു. ഈ അത്ഭുത പ്രപഞ്ചത്തിലേക്ക് നിർബന്ധിച്ച് ആവശ്യമില്ലാതെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിച്ചിട്ട് പോലും എന്നെ കൊണ്ടുവന്നു എൻ്റെ മൺമറഞ്ഞു പോയ സുഹൃത്ത് പരമേശ്വരൻ നായർ തുടങ്ങിയിട്ടുള്ള ആളുകളോട് ഞാൻ അവരോടുള്ള എൻ്റെ ആദരവ് ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. അവരെയെല്ലാം ഞാൻ നന്ദിപൂർവം ഇപ്പോൾ സ്മരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. മാക്ട ഇങ്ങനെ എന്നെ ആദരിച്ചതിന്
അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ വായനക്കാർക്ക്, എന്നെ കുറേയെങ്കിലും കൊണ്ട് നടന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കെല്ലാം നന്ദി. നന്ദി സാർ, അങ്ങയുടെ ലാളിത്യവും ആത്മാർത്ഥതയും നിറഞ്ഞ വാക്കുകൾക്ക് മലയാളികൾ ഒന്നടങ്കം, മലയാള സിനിമ ഒന്നടങ്കം അങ്ങയുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. MT ചലച്ചിത്രങ്ങളിലെ തിരക്കഥ പോലെ മലയാളികൾക്ക് ദൃശ്യവിസ്മയങ്ങൾ സമ്മാനിക്കുന്നതായിരുന്നു MT ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ. ഈ ഗാനങ്ങൾ കോർത്തിണക്കി പ്രണാമസന്ധ്യയുടെ അരങ്ങുണർത്താനെത്തുന്നു യുവതാരം പാർവതി നമ്പ്യാർ. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. കുരുമണി ചെപ്പിൽ ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. കുരുമണി ചെപ്പിൽ ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. എന്തിരൽ തുമ്പിൽ നിന്നാ വന്നരേണുകൾ എന്നെഞ്ചിലാകെ ഒരു പൂങ്കുലർവേള വിടർന്നു, ആ പൂങ്കുലർവേള വിടർന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറിയും ചുറ്റി. നീലത്താമരേ പുണ്യം ചൂടിയ ധന്യമാം തപസ്സിൽ, നീലത്താമരേ ഓളം നീട്ടി നീ ധ്യാനമാം സരസിൽ. ആവണി നാളിൽ ഞാൻ കടിയേകും താവണി നീ കണിഞ്ഞു, ആതിരരാവിൽ നിൻമിഴി നീതി മഞ്ഞിൽ ഞാൻ നനഞ്ഞു. സൂര്യമകലെ തേരി
തൻ വർഷമംഗലഘോഷം ദേവദുന്ദുഭി തൻ വർഷമംഗലഘോഷം നാദം 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 ലെജൻസിനെ ആദരിച്ച ഈ ഒരു വേദിയിൽ എനിക്കെങ്ങനെ നിൽക്കാൻ സാധിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ജീവിതത്തിൽ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തലയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. മറ്റൊരു ഗായകനമ്മ വള്ളിക്കാവിൽ വീരന്മാരായിരം സുന്ദരി പെണ്ണേ ഓ കണ്ടോടി പെണ്ണേ ഓ your secret to success and your secret to good looks അല്ലേ? I think രണ്ടിനും എൻ്റെ പാപ്പച്ചി, എൻ്റെ ഗുരു. രാഗിനാവിൻ തീരങ്ങളിൽ ഇന്നിന്നോ വന്നു നീ. Even supported by Expanio.